ഡെലിവറൻസ് മിനിസ്ട്രി, വിടുതൽ. ഈ വിടുതലിനെ കുറിച്ച് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബാഹ്യമായിരിക്കുന്ന തടസ്സങ്ങളെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യം, രോഗം, യാത്രകൾ, നിന്ന, അപമാനം, അങ്ങനെയുള്ള ഈ ബാഹ്യമായിരിക്കുന്ന കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നിന്റെ ശത്രു തകരും, ഓക്കെ, ഉടൻ അവർ കൈയടിക്കുന്നു, ഒരു ഇമോഷണലി ഇതെല്ലാം ഉണ്ടാകുന്നു. അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകാം. ശരിക്കും പിശാച് കാലങ്ങളായിട്ട് എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഈ പഴയ നിയമകാലത്തിലെ ഏതേൻ തോട്ടത്തിനകത്ത് വെച്ച് തന്നെ ഇതിന്റെ റൂട്ട് മാറ്റി. ഏതേൻ തോട്ടത്തിനകത്ത് വെച്ച് തന്നെ റൂട്ട് മാറ്റിയിട്ടു. ഞാൻ വരാം. അപ്പൊ ഈ ഒരു എന്താ പറയാ, ഈ യഥാർത്ഥമായി നമ്മൾ എവിടെ വിടുവിക്കപ്പെടണം എന്നുള്ളതിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കണം. യഥാർത്ഥമായി നമ്മൾ എവിടെ വിടുവിക്കപ്പെടണം, ഈ വിടുതലിന്റെ മാനദണ്ഡം, എന്റെ ലക്ഷ്യം എന്താ? ഈ ബൈബിളില് പ്രാർത്ഥനയ്ക്കൊരു റിസൾട്ട് ഉണ്ട്. അതെങ്ങനെ അറിയാൻ പറ്റും? ഇപ്പം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും 2 വാക്യങ്ങൾ പറയുന്നത്, ഹന്ന പ്രാർത്ഥിച്ചു. ഏലി പുരോഹിതന്റെ അന്ന് പുള്ളിക്കാരൻ ശുശ്രൂഷയിലായിരുന്ന സമയം പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഉണ്ടായ ഒരു കാര്യം, ഇവളിങ്ങനെ കുഴഞ്ഞും തീരിഞ്ഞും എന്ത് പറയുന്ന അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഏലി പുരോഹിതന്റെ ദേഷ്യം വന്ന് വഴക്ക് പറഞ്ഞു. ഇങ്ങനെ വീഞ്ഞു കുടിച്ച് ഇവിടെ വന്നിരുന്നോണ്ട് കൊലം പരുത്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം അവള് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ ഒരു നീച സ്ത്രീ അല്ല, മദ്യപിക്കുന്ന ഒരു സ്ത്രീ അല്ല, മദ്യപിച്ചത് സമാധാനത്തിന് വേണ്ടിയോ മദ്യപിച്ച് ഇങ്ങനെ നടക്കുന്ന എന്റെ വേദന മറക്കാൻ ഞാൻ മദ്യപിക്കുന്ന ഒരു സ്ത്രീ അല്ല. അതാണ് ആ നീച സ്ത്രീ എന്നുള്ളൊരു അതെല്ലാം കൂടെ ഉദ്ദേശിച്ച് പറഞ്ഞത്. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ ഹൃദയത്തെ പകരുകയാണ് ചെയ്തത്. എന്റെ വേദനകളെല്ലാം ഞാൻ ഒഴിച്ചു കൊടുക്കുക. പകരുക എന്ന് പറഞ്ഞാൽ വലിയൊരു പാത്രത്തിൽ, ചെറിയൊരു പാത്രത്തിൽ നിന്ന് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നു, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴിക്കും. ദൈവത്തിന്റെ വലിയ ഹൃദയത്തിലേക്ക് എന്റെ ചെറിയ ഹൃദയത്തിൽ നിന്ന് ഒഴിക്കുന്നു. അതിന് ഇത് പ്രാർത്ഥനയുടെ ഒരു ലെവലാണ്. പകർന്നു കൊടുക്കുക, ഇവിടെയുള്ള എല്ലാം കൂടെ എടുത്ത് അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ ഏലി പുരോഹിതൻ പറഞ്ഞു, ഓക്കെ സോറി, ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടുപോയി. അപ്പൊ ഏലിയും പുരോഹിതൻ പറഞ്ഞ ഒരു കാര്യം, നീ ദൈവസന്നിധിയിൽ കഴിച്ച അപേക്ഷ ദൈവം കേട്ടു, നിനക്കൊരു വിടുതലുണ്ടാവും. അവിടെ അവനെ പറഞ്ഞു, സമാധാനത്തോടെ പോയിക്കോ, പ്ലീസ്, സമാധാനം. ഇപ്പൊ ഫിലിപ്പിയ ലേഖനം വായിക്കുമ്പോൾ പറയുന്നേ, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം സകല എന്റെ അറിവിനെയും, സകല എന്റെ പ്രശ്നത്തെ കുറിച്ചുള്ള എന്റെ അറിവിനെയും, സകല എന്റെ നോളജിനെയും തീരത്തില്ല, കഷ്ടമാണ്. അതിനെല്ലാം കവിയുന്ന, ഇപ്പൊ ഞാൻ ഏത് ഒരു വേദന സിസ്റ്റത്തിൽ ഇരിക്കുന്നോ അതിനെയൊക്കെ കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും, ഹൃദയം എന്ന് പറഞ്ഞാൽ സോൾ, ഹൃദയങ്ങളെയും നിലവുകളെയും, ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ചിന്തകൾ, ഇത് ആവി പോലെ പുറത്തു വരുന്നതാണ്, ചിന്തകളെയും ക്രിസ്തു യേശുവിൽ കാത്തുകൊള്ളും. അപ്പൊ കാത്തുകൊള്ളേണ്ട 2 കാര്യങ്ങളാണ് ഹൃദയം, സോൾ. ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ സ്പിരിറ്റിനും നമ്മുടെ ബോഡിക്കും നടുവിലായിട്ട് നിൽക്കുന്ന വളരെ പ്രാധാന്യമുള്ളത്. ഈ പുള്ളിക്കാരെ എങ്ങോട്ട് ചാഞ്ഞിരിക്കുന്ന അനുസരിച്ചാണ് നമ്മുടെ ഗതി വരെ നിയന്ത്രിക്കപ്പെട്ടു പോകുന്നത്. അപ്പൊ അതിനെ അല്ലാത്തതിനെ സമാധാനത്തിലാക്കും. അപ്പൊ പ്രാർത്ഥനയുടെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാല് ഒരു സമാധാനം. ദൈവം അംഗീകരിച്ചു, ദൈവം അത് കേട്ടു, അതിന്റെ ഒരു മേഖലയായിരുന്നു. അപ്പൊ വിടുതൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ സമാധാനത്തിലും ദൈവത്തിന്റെ സന്തോഷത്തിലും ദൈവത്തിന്റെ നിറവിലും ഞാൻ ആയിത്തീരുന്നതാണ് യഥാർത്ഥ വിടുതല്. അല്ല കുറെ കാശ് കിട്ടുന്നതോ ശത്രുക്കൾ നശിച്ചു പോകുന്ന, അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ എല്ലാവരും ചത്തുപോകണമല്ലോ. നമ്മളും പലരെയും ശത്രുവല്ലേ? നമ്മൾ പലരെയും ശത്രുവാണ്. ശത്രുക്കൾ നശിക്കുക എന്ന് പറയുന്നതാണെങ്കിൽ നമ്മളെല്ലാവരും നശിക്കണം. അപ്പൊ ഈ ഭൂമിയിൽ ആരും കാണത്തില്ല. അതാണ് റോമർക്കെഴുതിയ ലേഖനത്തില് പറയുന്നത് എങ്ങനെയാണ്. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് 1-ാം വാക്യം 5-ന്റെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആ യേശുവിന്റെ ഫെയ്ത്ത്, വിശ്വാസം നമ്മൾ നീതീകരിക്കപ്പെട്ടു അല്ല. ഇത് റോമർ 5-1. വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്.
യേശു സമാധാനത്തിന്റെ പ്രഭുവാണ്. ശരിക്കും ദൈവത്തിന്റെ സ്വസ്ഥതയിലും ദൈവത്തിന്റെ എല്ലാ കൃപയിലും ഞാൻ പൂർണ്ണമായി എത്തപ്പെടുന്നതാണ് എന്റെ വിടുതലെന്ന് പറഞ്ഞാൽ. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. വളരെ ക്ലിയർ റൂട്ട് അല്ല, ഇതൊരു ക്ലിയർ റൂട്ട്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടിയാണ് യേശു കാൽവരിയിൽ മരിച്ചത്. പാപക്ഷമ മാത്രമല്ല. ഇന്ന് ചിലർ ഫോക്കസ് ചെയ്യുന്നത് പാപക്ഷമ മാത്രമാണ്. പാപക്ഷമ മാത്രമാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് പാപക്ഷമ മാത്രമാണ്. എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് പാപക്ഷമ മാത്രം. യേശു പാപികളെ രക്ഷിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ. പാപക്ഷമ. മനുഷ്യനെ ഓടിക്കളഞ്ഞ ദൈവത്തിൽ നിന്ന് ഓടിക്കളഞ്ഞ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ, അതാണ് അതിന്റെ റൈറ്റ്. നിരപ്പിന്റെ ശുശ്രൂഷ. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നു. ദൈവത്തോട് നമ്മുടെ ഡിസ്റ്റൻസ്, നമ്മൾ അടുക്കുന്നു. ഓരോ വിടുതലും എന്റെ ശത്രു നശിച്ച് നാമാവിശേഷമാകെയല്ല ചെയ്യുന്നത്. ഈ ഡെലിവറൻസ് മിനിസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ച് എത്രയും പേർക്ക് നൂറ്റാണ്ടുകൾ കൊണ്ട് നിൽപ്പുണ്ട്. ഒന്നും നടന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ഇല്ലെന്നാണ് അർത്ഥം. ആ പറയുന്ന തടസ്സങ്ങൾ അവിടെ ഇല്ല. ഈ പറയുന്ന പ്രതികൂലം അവിടെ ഇല്ല. ഈ പിശാച് എപ്പോഴും പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നത് പോലെ ഇല്ലാത്ത കാര്യങ്ങൾ വലിച്ചോണ്ടിട്ട് കൊടുക്കും. ആ വിഷയം അങ്ങനെയാണ്. ഈ വിഷയം എങ്ങനെയാണ്? അപ്പൊ ക്രിസ്തുവിലേക്ക് പോകുന്ന നമ്മെ ശ്രദ്ധ മാറ്റുക എന്നത് അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ഞാൻ നോക്കേണ്ടതിന് പകരം, ശ്രദ്ധിക്കേണ്ടതിന് പകരം, ക്രിസ്തുവിലേക്ക് അടുക്കുന്നതിന് പകരം ഞാൻ ഇവിടെ കിടന്ന് വെട്ടി തകർക്കുകയാണ്. എന്റെ ശത്രു, എന്റെ സമ്പത്ത്, എന്റെ ബുദ്ധിമുട്ട്, എന്റെ നാശം, ഇതെല്ലാം ഇങ്ങനെ യുദ്ധം വേറൊരു സ്ഥലത്തായി. ഫോക്കസ് മാറിപ്പോയി. എന്റെ യുദ്ധത്തിന്റെ മേഖല മാറിപ്പോയി. യുദ്ധത്തിന്റെ മേഖല അവൻ ഐഡിയോളജിക്കലായിട്ട് മാറ്റിക്കളഞ്ഞു. ഇപ്പം പ്രതികൂലങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തി എവിടെയോട്ട് ഇറങ്ങിയിരുന്നാലും പ്രാർത്ഥിച്ച് ഭയങ്കര ഇതിലേ പോകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ പ്രതികൂലം പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇല്ലാത്തതെല്ലാം വന്ന് കയറുകയും ചെയ്യും. ഇപ്പൊ രണ്ട് സിസ്റ്റം ഉണ്ടോ ഇതില് വച്ചിരിക്കുന്നത്? രണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദൈവം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൊവൈഡ് ചെയ്തതിലല്ല നോക്കുന്നത്, ഇല്ലാത്തതിനെ വെട്ടിപ്പിടിക്കാനാണ് നോക്കുന്നത്. നിന്റെ നന്മ അവൻ കെട്ടിവെച്ചിരിക്കുകയാണ്, നിന്റെ യാത്ര അവൻ കെട്ടിവെച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ടെസ്റ്റ് മണികളും കൂടെ കേൾക്കുമ്പോൾ ഇന്ന ആള് പ്രാർത്ഥിച്ചു, എന്റെ യാത്ര തുറന്നു. ചിലപ്പോൾ ആ വ്യക്തിയുടെ വിടുതലിന്റെ ഒരു സമയത്തായിരിക്കും ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതൊരു ടെസ്റ്റ് മണിയായി. അദ്ദേഹം പ്രാർത്ഥിച്ചു. മനസ്സിലായി? പിശാച് കെട്ടിവെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് 100% എല്ലായിടത്തും പിശാച് പിടിച്ച് കെട്ടിയിട്ട് ഇരിക്കുകയാണ്. അത് അവിടെ ഒരു വിടുതല്. ഇതിനും പറയുന്ന വിടുതൽ എന്നാ പറയുന്നത്. ഇപ്പം വിടിവിക്കപ്പെടുക എന്ന് ദൈവം ഉദ്ദേശിച്ചത് ഔട്ട്സൈഡിലെ കാര്യങ്ങളല്ല, ഇൻസൈഡിലുള്ള കാര്യങ്ങളാണ്. ഇതിനെപ്പറ്റി ആരും ചിന്തിക്കാറില്ല. ഇവിടെ ചിന്ത മുഴുവനും അഭിചാരം, ക്ഷുദ്രപ്രയോഗം, മന്ത്രവാദം ഒക്കെ ഇതെല്ലാം ഈ ഫീൽഡിനകത്തുള്ളതാണ്. പക്ഷെ കൂടുതൽ ചിന്ത അങ്ങോട്ടാണ്. എനിക്ക് എവിടെ നിന്ന് ഒരു വിടുതൽ കിട്ടും, ഇത് കിടന്ന് ഓടെയാണ്. അവനാ മനസ്സിനകത്ത് തിരികെ കയറ്റി കൊടുക്കുകയാണ്. എവിടെ പോയി എനിക്കൊരു വിടുതൽ കിട്ടും. പക്ഷെ ഇത് വെളിപ്പെട്ട് കിട്ടിയവരും വളരെ കുറവാണ്. ഈ ഒരു റലം അല്ലെങ്കിൽ ഈ ഒരു മേഖല വെളിപ്പെട്ട് കിട്ടിയവർക്കും വളരെ കുറവാണ്. ഇതിലേക്ക് എന്തു പറയാം, സാത്താൻ മാറ്റിവിട്ടിരിക്കുകയാണ്. ഈ പണ്ട് മറ്റേ ഇതുകൊണ്ടല്ലോ, ഒരു വലിയ പ്ലാറ്റ് ഇട്ട് പാട്ട് കേൾപ്പിക്കുന്ന സാധനം ഗ്രാമഫോണിന് ശേഷം ഒന്ന് വന്നല്ലോ. നമ്മളെ കറണ്ടിലെല്ലാം കുത്തിയിട്ട് ബാറ്ററി എല്ലാം ആയിട്ട് ആദ്യം വളഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെവിടെയെങ്കിലും ഇത് ചാല് സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ അത് തീരത്തില്ല. ഓടി അതിൽ തന്നെ വരും, വീണ്ടും ഓടി അതിൽ തന്നെ വരും, വീണ്ടും അതിൽ തന്നെ ആ വരിയിൽ തന്നെ നിൽക്കും. അതാണ്. മനസ്സിലായില്ലേ? യേശു എന്നടിസ്ഥാനം, യേശു എന്നടിസ്ഥാനം. അവിടെ ഇത് ചാല് വീണുപോയി. ഓടിത്തീരത്തില്ല. ഇവിടെ നിന്നോടും. പശുവിനെ പിടിച്ച് 10 മീറ്റർ കയറിൽ കെട്ടിയിരിക്കുന്ന പശു ചിന്തിക്കുന്നത് ഇത് തന്നെയാണ് എന്റെ സ്വാതന്ത്ര്യം. നമുക്കെല്ലാം അറിയാവൂ, പശുവിനെ അറിയത്തില്ല. അപ്പൊ ഇതാണ് ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധമില്ലാത്തടത്ത് കൊണ്ടു നിർത്തി യുദ്ധം ഉണ്ടെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് വെടിവെയ്പ്പിക്കുകയാണ്. കാടടച്ച് വെടിവെക്കുക എന്ന് പറഞ്ഞ പോലെ വെടിവെക്കുകയാണ്. ആർക്കും ഒന്നും കൊണ്ടുമില്ല. പോയത് മറ്റേ ഗണ്ണിന്റെ സമയവും പോയി, അവന്റെ സമ്പത്തും പോയി, അവന്റെ സമയം എന്നെല്ലാം പോയി. ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
യുദ്ധമില്ലാത്തവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുക, പ്രശ്നമില്ലാത്തവരെ കൊണ്ട് പ്രശ്നത്തിൽ ഉണ്ടെന്ന് പറയിപ്പിക്കുക. അപ്പൊ ഇതിനെ ശുശ്രൂഷിക്കുന്നവർ വളരെ കൂടുതലാണ്. അപ്പൊ ജനത്തിന് കേൾക്കേണ്ട ഇതാണ്, ഇൻസൈഡ് അല്ല ഔട്ട്സൈഡ്. എന്റെ ശത്രു ആരാണ്? പേര് പറ. എന്റെ ശത്രുവിന്റെ പേര് പറയുക. എന്റെ ശത്രു എന്താണെന്ന് പറയുക. എന്നാണ് ഇത് ചെയ്തതെന്ന് പറയുക. അപ്പൊ അതിനെ ഒഴിപ്പിക്കാനും ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ശരിക്കും ഇതൊന്നും അല്ല. ഇതിന്റെ കാതലായിരിക്കുന്ന കാര്യം ഇതല്ല. ഇതിനെ ജയിക്കുന്ന ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതൊരിക്കലും നമുക്ക് തീർക്കാൻ കഴിയുന്നതല്ല. ആഭിചാരം ചെയ്യുന്നവൻ മരിക്കുന്നവനെയും ചെയ്യും. അതിന് ചിലപ്പോൾ അവന്റെ മക്കൾ തുടങ്ങും. പക്ഷെ ഇതിനെ ജയിക്കുന്ന ഒരു മനസ്സും ആത്മമണ്ഡലമാണ് നമുക്ക് വേണ്ടത്. ഇതിനെ ജയിപ്പിക്കാനുള്ള സ്റ്റഡി അല്ലല്ലോ വരുന്നത്. ഞാൻ പ്രാർത്ഥിക്കാം, നിനക്ക് വിടുതൽ കിട്ടും. ടെൻഡർ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ ഒരാൾ വിളിച്ചു കഴിഞ്ഞിരുന്നാല് ഇതിനകത്ത് ശരിക്കും യഥാർത്ഥമായിരിക്കുന്ന യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു വിടുതലേക്ക് ഇത് നയിക്കപ്പെടാതെ ഇത് വേറെ റൂട്ട് വിട്ട് കളയുക എന്നാണ് സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറഞ്ഞിരുന്നാല് മാറ്റിവിടുക. നീ യുദ്ധത്തില്ലാത്ത നിന്നെ യുദ്ധ സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുക. നിനക്ക് പ്രതികൂലമല്ലാത്ത ആൾക്കാരുടെ നടുവിൽ എവരാണ് നിനക്ക് പ്രതികൂലമെന്ന് പറയിപ്പിച്ച് നീ ആ ഭയത്തിലാക്കി വയ്ക്കുക. നിനക്ക് ഇങ്ങനെയൊന്നും അല്ല കിട്ടേണ്ടത്, അത് നീ ശരിയായിട്ടില്ല, അത് അവരാണ് തടസ്സം, അവരതിന് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. ബൈബിൾ പറയുന്നു ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഇതൊന്നും വിഷയമല്ല. ഇതിങ്ങനെ വെറുതെ പറഞ്ഞു പോകുന്നതല്ലാതെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്കൊന്നും ഇത് ഇറങ്ങിയിട്ടുമില്ല. ഹൃദയത്തിന്റെ ആഴത്തില് ഇതൊന്നും ഇറങ്ങിയിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു മേഖലയാണ് ഇന്ന് കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനു വേണ്ടി 3, 7, 12, 21, 41, 91 ദിവസത്തെ ഉപവാസങ്ങൾ പ്രഖ്യാപിച്ചു. വിടുതലിന്, ശത്രു സംഹാരത്തിന് വേണ്ടിയും വിസ കിട്ടാൻ വേണ്ടിയും മറ്റു പല കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഈ പല വിടുതലുകൾ നമ്മൾ ശരിയാതെ ദൈവം ചെയ്തില്ല. ഒരുവന്റെ വഴി യഹോവയ്ക്ക് ചൊവ്വുള്ളതെന്ന് തോന്നുമ്പോൾ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. പോയി അവനോട് സംസാരിക്കണം, അവൻ എന്റെ ഏക്കനാണ്. മനസ്സിലായില്ലേ? ദൈവം അവനോട് ഇടപെടയില്ലേ? അപ്പൊ യാക്കോബിന്റെ കാര്യത്തില് ലാബാനോട് ദൈവം പറഞ്ഞു, അവൻ എന്റെ ചക്കനാ, വെറുതെ ഇടങ്ങേറിന് നിൽക്കരുത്. നീ ഇവിടെ മുട്ടിക്കഴിഞ്ഞ പിന്നെ നീ ഇവിടെ കാണത്തില്ല. ദോഷമാണെങ്കിലും ഗുണമാണെങ്കിലും നീ പറയണ്ട, ഗുണം ഞാൻ പറഞ്ഞോളാം, ഞാൻ സംസാരിച്ചോളാം. ദൈവം നമുക്ക് വേണ്ടി ഇടപെടാൻ റെഡിയാണ്. ദൈവം നമുക്ക് വേണ്ടി ഇടപെടാൻ, നമ്മൾ നിർബന്ധിച്ചും ബലം പ്രയോഗിച്ചും ഇടപെടുത്തേണ്ട കാര്യം അതിനകത്തില്ല. ദൈവം നമുക്ക് വേണ്ടി നമ്മൾ അവന്റെ സന്നിധി നേരായിട്ട് നടക്കാൻ. ചില കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിരുന്നാലേ വിടുതൽ നടക്കത്തുള്ളൂ. ഇല്ല ദൈവത്തിന് കൈപിടിച്ച് ഒടിച്ചിവിടെ കൊണ്ടുവന്ന് അതിനെ ചെയ്യിപ്പിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, എന്റെ മുമ്പിൽ നിഷ്കളങ്കനായി നടക്കാം, നീ നേരവണ്ണം നടയണേ. അതിന് അബ്രഹാം ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അബ്രഹാമിന്റെ അടുത്ത് കർത്താവ് പറഞ്ഞ്, കാണിപ്പാനിയുടെ ദേശത്ത് നിന്റെ അപ്പനമ്മ സഹോദരിമാർ ലൂത്ത് എല്ലാത്തിനെയും കളഞ്ഞിട്ട് വരാൻ പറഞ്ഞു. പോന്ന വീട്ടിൽ നിന്ന് എല്ലാം കെട്ടിപ്പറക്കി ഇറങ്ങിയപ്പോഴ് കുതിരപ്പുറത്ത് എല്ലാം കഴുതപ്പുറത്തെല്ലാം ഇതിനെ കയറ്റിക്കൊണ്ട് പോകുന്നത് സാമഗ്രികൾ. അപ്പൊ ചോദിച്ചു, അങ്ങോട്ട് പോകുന്നേ? അത് ഞാനൊരു ശബ്ദം കേട്ടു. ഞാൻ എന്റെ ഭാവനയിൽ പറയുന്നതാണ്. ഞാനൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം പറഞ്ഞു, ഞാൻ തന്നെ ഒരു ദേശം കാണിക്കും, തേനും പാലും ഒഴുകുന്ന ദേശമാണ്. ഒരിക്കലും നീ നമ്മൾ കണ്ട കാര്യമൊന്നുമല്ല. ഇതേപോലെ ദൈവങ്ങളെ ഉണ്ടാക്കി ഇവിടെ കിടക്കുന്ന സംഭവം എന്നല്ല, ഇത് വേറെ. അപ്പം പറഞ്ഞു, മക്കളെ നീ പോയി പിന്നെ എനിക്ക് ആരുണ്ട്? അപ്പൊ ഇതെല്ലാം വിട്ട് കളഞ്ഞിട്ട് വരാൻ വേണ്ടി. മക്കളെ വിടാ, എന്നെ കളഞ്ഞിട്ട് പോകാതെ ഞാൻ നിന്നെ ജനിപ്പിച്ചതല്ലേ, ഇത്രയും വളർത്തിയില്ലേ, കെട്ടിച്ചു തന്നില്ലേ, എല്ലാം തന്നില്ലേ. അപ്പൊ അത് ശരിയാവത്തില്ല. മക്കളെ ഹൃദയം പൊട്ടി മരിക്കും കേട്ടാ ഞാൻ. നീ അങ്ങനെയൊന്നും പറയരുത്. എന്നാ പിന്നെ നിങ്ങൾ കൂടെ വാ. ഈ ഹാരാനിൽ വെച്ച് ഇയാൾ മരിക്കുന്നവരെ ദൈവം പിന്നെ ഒന്നും വേണ്ടിയിട്ടില്ല. അവർ രണ്ടുപേരെയും വിളിച്ചുള്ളൂ, അപ്പനെ വിളിച്ചിട്ടില്ല. അപ്പൊ അത്രയും ഒരു കാലഘട്ടം പോയോ, അത്രയും ഒരു വർഷങ്ങൾ പോയോ, അവരുടെ സമയം പോയി, സീസണും പോയി, എല്ലാം. അതുവരെ അതിനുശേഷമാണ് ദൈവം പറഞ്ഞപ്പോ ഇനി പോവാം. അപ്പം ദൈവത്തിന്റെ ഇഷ്ടങ്ങളുണ്ട്. അത് തിരിച്ചറിയുന്ന ഒരു ഹൃദയം നമുക്ക് വേണം. നമ്മുടെ ഹൃദയം നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രമല്ലേ തിരിച്ചറിയുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവത്തിന്റെ വേണ്ടി അടിച്ചേൽപ്പിച്ച് ബലപ്രയോഗത്തിലൂടെ ചെയ്യിപ്പിച്ചെടുക്കുക എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം, അല്ലെങ്കിൽ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറഞ്ഞിരുന്നാൽ ഇതെല്ലാമാണ്. നമ്മളൊരിക്കലും, ഞാൻ കഴിഞ്ഞ 2 ദിവസം കൊണ്ടുള്ള ക്ലാസ്സിൽ പറഞ്ഞ്, നമ്മളെപ്പോഴും സാഹചര്യത്തെ പഠിക്കുന്നതാണ്, സാഹചര്യത്തെ മാറ്റാൻ നമ്മൾ നോക്കുന്നതാണ്. പക്ഷെ നമ്മൾ വളർത്തില്ല, പഴയ ആള് തന്നെയാണ്. പിന്നെ ഇന്ന് അടങ്ങി ഒതുങ്ങി നടക്കുന്നത് എന്തെന്നറിയാം, രക്ഷിക്കപ്പെട്ടു പോയല്ലോ. പലരും പറഞ്ഞു രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ എന്റെ അറിയാത്തോണ്ടാ രക്ഷിക്കപ്പെട്ട, അത് ഉള്ളിലുണ്ട്.
ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ലേബലിൽ ഞാൻ വെളിയിൽ എടുക്കുന്നില്ല. അത് പോയിട്ടില്ല, അത് മരിച്ചിട്ടില്ല. അത് മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ല. അത് അവിടെ ഇരിപ്പുണ്ട്. ഞാനും പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നു, അല്ലെങ്കിൽ 4 പേര് അറിയുന്ന ഒരു ആത്മീയ മേലെ നിൽക്കുന്നുണ്ട്, ഇതൊന്നും ചെയ്യുന്നില്ല. ഇന്ന് അക്സസ് എല്ലാം ഉണ്ട്, ചെയ്യുന്നില്ല. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഈ ഒരു ടോക്ക് പോലെ നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. ഇതെല്ലാം ഡെലിവറൻസ് എന്ന് പറഞ്ഞു. ഞാൻ അവനെ പോലെ ആയിത്തീരുക, അവന്റെ സ്വഭാവത്തിലേക്കും അവന്റെ സംസാര ശൈലിയിലേക്കും അവന്റെ നടപ്പിലേക്കും ആണ്. യേശുവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടക്കുന്നത് പോലെ നടക്കേണ്ടതാകുന്നു. അപ്പൊ അവന് പോലെ യേശു പറഞ്ഞു കേട്ടില്ലേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ പിതാവിന്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ചേഞ്ച്, റിയൽ മാനാ യേശു, യഥാർത്ഥ മനുഷ്യനാണ്, പൂർണ്ണ മനുഷ്യനാണ്. ആ പൂർണ്ണ മനുഷ്യനായ യേശു പോലും പറയുകയാണ്, അത് ശരിക്കും എന്നെ അയച്ചവന്റെ ഹിതം മാത്രം, വിൽ, അത് മാത്രം ഞാൻ ചെയ്യുന്നില്ല. ഇത് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നിൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. കണ്ടില്ലേ, ആ ഡെലിവറൻസ് അവനുണ്ടായപ്പോൾ, ആ വിടുതൽ ഉണ്ടായപ്പോഴേ ശരിക്കും അവന് മാറ്റം ഉണ്ടായി. അവന്റെ ജയില് മാറിയെന്നല്ല. പൗലോസിനെ ഒരു പ്രാവശ്യം മാത്രമല്ലേ ജയില് പൊളിച്ചുള്ളൂ. അതിനുശേഷം വീണ്ടും വർഷങ്ങൾ കൊണ്ടിട്ട് അതിനകത്ത് വെച്ച് കൊന്നളഞ്ഞില്ലേ. എന്നിട്ടും ദൈവം വീണ്ടും പൊളിച്ചില്ലല്ലോ. പക്ഷേ പൗലോസ് വേറെയാണ്. ഇനി എന്നിൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു. ഈ തടവറയോ ഈ തടങ്കൽ പാറയോ ഇതൊന്നും എനിക്ക് വിഷയമല്ല, എനിക്കൊരു വിഷയമില്ല. കല്ലറയെ തുറന്നവനാ എന്റെ മേലെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അവന് വേണ്ടിയാ ജീവിക്കുന്നത്, ഞാൻ അവന് ഒന്നാ. പൗലോസിന്റെ ചില ഭാഷാന്തരങ്ങൾ ഭയങ്കരമാണ്. കർത്താവിന്റെ മനസ്സരിവ് ഓർപ്പിച്ച് ക്രിസ്തുവിന്റെ എരിവോടുകൂടി ഞാൻ എരിയുന്നു. മനസ്സിലായില്ല, അത്രയും സ്കാൻ ചെയ്യാൻ. ശരിക്കും ഒരു റിയൽ ഡെലിവറൻസ് ഒരു വ്യക്തിയുടെ മേൽ വരുന്നത് തന്നെ അവന്റെ ശരിക്കും അവന്റെ ആ സോള് വ്യക്തമായിട്ട് ദൈവത്തിന്റെ എല്ലാ ഇഷ്ടങ്ങളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാം അറിയാൻ പറ്റും. അത് സ്വർഗവുമായി കണക്റ്റഡ് ആണ്. ഇവിടെയാണ് സാത്താൻ നശിപ്പിക്കുന്നത്. സാത്താന്റെ ഇഷ്ടം നമ്മുടെ 100 രൂപ പിടിച്ചു വയ്ക്കുന്നതല്ല, നമ്മുടെ 4 സെന്റോ 3.5 സെന്റോ നമ്മുടെ വീടോ പിടിച്ചു വയ്ക്കുന്നതല്ല. അവനറിയാം ഇത് പിടിച്ചു വെച്ചിരുന്നാലും അവൻ വേറെ ഉണ്ടാക്കും എന്നുള്ള അറിയാം. നമ്മുടെ ഒരു ട്രാവൽ ബാൻ എടുത്ത് അടിക്കുന്നതല്ല സാത്താന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ. അതല്ല, ദൈവമായിട്ട് കണക്ഷൻ വെട്ടണം. ഈ കണക്ഷൻ വെട്ടണമെങ്കിൽ ഇവന്റെ മനസ്സ് മൊത്തം നശിപ്പിക്കണം. ഏത് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോ ചെയ്യുകയല്ല, ആവശ്യമില്ലാത്തതിലെല്ലാം എന്റെ മനസ്സിനകത്ത് ഡംപ് ചെയ്യണം ആണ്. ഞാൻ ഇടയ്ക്ക് ഒരു മെസ്സേജ്, സ്പിരിച്വൽ ഗാർബേജ്, ആത്മീകമായ മാലിന്യം. ഈ ആത്മമണ്ഡലത്തിൽ ഒത്തിരി മാലിന്യങ്ങളുണ്ട്. ഈ മാലിന്യങ്ങൾ കൊണ്ടങ്ങ് നിറയ്ക്കുകയാണ്. നിന്റെ ശത്രു ഇതാണ്, നീ അവനെതിരെ പ്രാർത്ഥിക്കണം, അവൻ നശിച്ചു, നീ നാട് വിട്ടുപോകാൻ, അവൻ നിനക്കെതിരെ എന്തോ ചെയ്തുകൊണ്ടിരിക്കും, അവൻ നിനക്ക് എന്താ പറയാ, നിനക്ക് അനുകൂലമല്ല. അവൻ അനുകൂലമില്ലെങ്കിൽ നമുക്ക് എന്നാ വിഷയം. 99% ആൾക്കാരുടെ ഉള്ളില് ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് കിടക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് അവരുടെ ഉള്ളിനകത്ത് കിടക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞിരുന്നാൽ ഇതാ, അവൻ ആ ശത്രു, ഈ ശത്രു, ആ ഒരു മേഖല, ഈ ഒരു മേഖല, അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അത് ബുദ്ധിമുട്ടാണ്, ഇത് ബുദ്ധിമുട്ടാണ്, അത് ശരിയല്ല, ഇത് ഇങ്ങനെ അവന് ശരിക്കും കലക്കുകയും അവൻ അതിനെ നശിപ്പിക്കുകയും അവൻ അതിനെ ഇല്ലാതാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം എങ്കിൽ മാത്രമേ അവനത് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അവൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ ഒരു മേഖല ഉണ്ടെങ്കിൽ മാത്രമേ അവന് പറ്റത്തുള്ളൂ. ഇതാണ് സാത്താന്റെ ഏറ്റവും വലിയൊരു തന്ത്രം എന്ന് പറഞ്ഞിരുന്നാൽ ഈ ഒരു കാര്യങ്ങളാണ്. അപ്പൊ അതിലേക്ക് മനുഷ്യനെ വലിച്ചുകൊണ്ട് ഇടുക എന്നത് അവന്റെ ഏറ്റവും വലിയ ഒരു ഉദ്ദേശം കൂടെ. അവന്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശം അങ്ങനെയുള്ള വിഷയങ്ങളിൽ മനുഷ്യനെ കൊണ്ടിട്ട് നശിപ്പിച്ചും തകർത്തും. അപ്പൊ ഇവൻ എന്ത് ചെയ്യും? ദൈവത്തെ ഓർക്കാനോ ദൈവത്തിന്റെ കൂടെ നടക്കാനോ അവന് കഴിയുന്ന സമയം വളരെ ചുരുക്കമാക്കി, ലിമിറ്റഡ് ആക്കി, തിരക്കുള്ളവനാക്കി, സമയത്തെ വേസ്റ്റ് ചെയ്യിപ്പിക്കുന്നവനാക്കി, നിരാശയുള്ളവനാക്കി. ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനി ദൈവത്തെ അറിഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ആ ഒരു മേഖലയിലൊന്നും ദൈവ ഉദ്ദേശങ്ങളോ പ്ലാനുകളോ അല്ല നടക്കുന്നത്. അപ്പൊ അതിലൂടെ എന്ത് പറ്റും? ഇവൻ ദൈവത്തിൽ നിന്ന് അവൻ അറിയാതെ തന്നെ അവൻ മാറി അവൻ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു വരിക എന്നുള്ളതാണ് ഡെലിവറൻസ് എന്ന്. ശരിക്കും നമ്മുടെ സോളിനെ നമുക്ക് മനുഷ്യന് 3 ഭാഗങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അവനൊരു ആത്മാവുണ്ട്,
അവനൊരു പ്രാണൻ, സോൾ, അതിന് ജീവൻ എന്നുള്ള പേര്, ഹൃദയം എന്നുള്ള പേര്, പല പേരുകളിൽ അത് അറിയപ്പെടുന്നത്. അതിനെ വിടുവിക്കുക. പിന്നെ നമുക്കൊരു ശരീരം, 3 ഭാഗങ്ങളാണ്. 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഈ 3 ഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ അവിടെ പറയുന്നു, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമാം വണ്ണം വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പൊ ഈ വിടുതൽ എന്നുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് തന്നെ അവനൊരു കുഴപ്പമില്ലാതെ യേശുവിന്റെ വരവിൽ നിർത്തണം. കാറ്, ലോറി, ഫ്ലാറ്റ്, വീട്, മറ്റേ ഫ്ലൈറ്റ്, ഇറ്റ്സ് ഓക്കെ, അതെല്ലാം ദൈവം തരും. ദൈവം തരുന്നവൻ തന്നെയാണ്. ദൈവത്തിന് അതെല്ലാം ഇഷ്ടം തന്നെയാണ്. ദൈവത്തിന് അതെല്ലാം ഇഷ്ടം തന്നെയാണ്. അതിലൊന്നും ദൈവത്തിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ഇതൊന്നും അല്ല. ഇതുകൊണ്ട് നമ്മൾ മേലോട്ട് പോകാൻ പറ്റത്തില്ല. ഈ വിടുതലിലൂടെ ദൈവം നമ്മോട് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് ഒരു നിത്യതയുമായി നമ്മൾ അടുത്ത് ചെല്ലണം. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു ഹൃദയമായി, നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഹൃദയമായിരിക്കും. ദൈവരാജ്യത്തെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരായിരിക്കും. എന്റെ രാജ്യം നീതി അന്വേഷിക്കുക, അതിലേക്ക് നോക്കുക. അതോടുകൂടി ഇവയൊക്കെയും പ്രശ്നത്തെ നോക്കാനാണ് സാത്താൻ എപ്പോഴും പഠിപ്പിക്കുന്നത്. രാജ്യവും നീതിയും നോക്കാനല്ല. നിന്റെ ശത്രു ഇതാണ്, നിന്റെ പ്രതിയോഗി ഇതാണ്, അവന്റെ ശക്തിയെ വലുതാക്കി കാണിക്കുക. മനസ്സിലായില്ലേ? അവന്റെ പവറിനെ വലുതാക്കി കാണിക്കുക. ഇതെല്ലാമാണ് ഏറ്റവും കൂടുതൽ സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം നാം പലപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യത്തെ എങ്ങനെയെങ്കിലും എല്ലാം ശരിയാക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതിനെ അതിജീവിക്കാനും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹൃദയത്തെ രൂപപ്പെടുത്താനല്ല. പ്രതികൂലങ്ങളെ ചാടിക്കടക്കാൻ പറ്റുള്ള ഹൃദയത്തെ അല്ല രൂപപ്പെടുത്തുന്നത്. പ്രതികൂലത്തിന്റെ മുന്നിൽ കരഞ്ഞ് തളർന്ന് നശിച്ച് ബോധം കെട്ട് വീണ് കിടക്കുന്ന ഒരു ഹൃദയത്തെയാണ് സാത്താൻ സെറ്റ് ചെയ്യുന്നത്. വേണ്ട അതാണ്. അല്ല, ചിലർ ഞാൻ കരഞ്ഞ് തളർന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇത് ശരിക്കും എന്തു പറയാൻ, തകർച്ചകളിലേക്ക് അല്ല നമ്മൾ പോകേണ്ട. നമ്മൾ ഇതിനെ പണിഞ്ഞെടുക്കുക എന്നാണ്. ശരിക്കും നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഏദൻ തോട്ടം ഒരു വലിയ സബ്ജക്റ്റാണ്. ഏദൻ തോട്ടം 2-ാം അധ്യായവും 3-ാം അധ്യായവും വലിയൊരു സബ്ജക്റ്റ്. അവിടെ ദൈവം മനുഷ്യനെ ഉൽപ്പത്തി 2:7 ദൈവം മനുഷ്യനെ ഉൽപ്പത്തി 2:7 ദൈവം മനുഷ്യനെ പൊടിയിൽ നിന്ന്, മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി മൂക്കില് ജീവശ്വാസം ഊതി. ശ്വാസങ്ങൾ എന്നാണ് എബ്രായ പദത്തിന്റെ. ആത്മാവും ഉണ്ടായി, ദേഹി ഉണ്ടായി. ദേഹി ഇരിക്കുന്നത് ബ്ലഡിലാണ് ഇരിക്കുന്നത്, രക്തത്തിലാണ് ഈ ദേഹി ഇരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടായി. ഇത് രണ്ടിലേക്കും ദൈവത്തിന്റെ ഇത് രണ്ടും നശിക്കുന്നതല്ല. എന്ത് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെ അവസാനിപ്പിക്കാൻ പറ്റും. ഈ മണ്ണിൽ നിന്ന് എടുത്തത് പുറം തോട് മാത്രമേ കളഞ്ഞിട്ട് പോകുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു മരണമില്ല. മരിക്കുക എന്നത് തെറ്റായ ഒരു സങ്കല്പം കൂടെ. നമുക്ക് മരണമില്ല. ഒരു ജീവനിൽ നിന്ന് അടുത്തൊരു ജീവനിലേക്ക് പോകുന്നെന്ന് മാത്രം. ആ പോകുമ്പോൾ ഈ ഉടുപ്പിനെ കളയേണ്ടി വരും. ഈ മണ്ണും കൊണ്ട് പോകാൻ പറ്റത്തില്ല. അവിടെ വാല്യുബിൾ ആയിരിക്കുന്ന ഒരു മേഖലയാണ് എറ്റേണൽ ലൈഫ്. ആ എറ്റേണൽ ലൈഫിൽ ദൈവം തന്നിരിക്കുന്ന ഈ 2 കാര്യങ്ങളെ പോകാൻ പറ്റുള്ളൂ, ആത്മാവും പ്രാണനും. എന്തുകൊണ്ട് ഈ പ്രാണനെ ദൈവം കളയുന്നില്ല? ഈ പ്രാണനകത്താണ് വേദന അറിയാനും സന്തോഷം അറിയാനും എല്ലാം ഉള്ള ഇമോഷൻ ഇരിക്കുന്നത്, സെൻസിങ് ഇരിക്കുന്ന അവിടെയാണ്. നരകത്തിൽ വീണ്ടിരുന്നാലും അവന് വേദന അറിയണ്ടേ, തീപ്പൊള്ളൽ അറിയണ്ടേ, സ്വർഗത്തിലെത്തിയ സന്തോഷം അറിയണ്ടേ. അപ്പോൾ ദൈവം ഇതിനെ 3 പാർട്ടായിട്ട് സൃഷ്ടിച്ചു, ആത്മാവും പ്രാണനും ശരീരവും. യെരൂശലേം ദേവാലയം അങ്ങനെ തന്നെയായിരുന്നല്ലോ. അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം. അവിടെ 3 കാര്യങ്ങളുണ്ട്. 3 ദിവസങ്ങൾ പ്രാധാന്യമുള്ളതാണ്. 3 ശിഷ്യന്മാർ പ്രാധാന്യമുള്ളതാണ്. 3 എന്നുള്ളത് ഒരു നല്ല കാര്യം, നല്ല ഒരു മേഖലയാണ്. അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന നമ്പറാണ് 3. 3-ന് പ്രാധാന്യമുണ്ട്, 7-ന് പ്രാധാന്യമുണ്ട്. ഇതിനൊന്നും നമ്മൾ ആരാധിക്കാൻ വേണ്ടിയൊന്നും അല്ല, അതിനൊരു പ്രാധാന്യമുണ്ടെന്ന് മാത്രം. 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ഇതിനുള്ള പ്രാധാന്യങ്ങളെ നമുക്ക് തിരിച്ചറിയണമെന്ന് മാത്രമേ ഉള്ളൂ, ഇതിനുള്ള പ്രാധാന്യങ്ങൾ. അപ്പൊ നമുക്ക് നോക്കാൻ കഴിയുന്ന അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടം. ഉൽപ്പത്തി 2-ാം അധ്യായം 7-ാം വാക്യത്തില് നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മുകളിൽ ജീവശ്വാസം ഊതി. ശ്വാസങ്ങൾ ദൈവം അവിടെ മേലൂതി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ദൈവം അവിടെ ഏദൻ തോട്ടത്തില് ആക്കി. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞിരുന്നാല് ആദാം എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യവർഗം എന്നാണ്. ആദാം എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യവർഗം എന്നാണ്. ആദാം
3 പേരുകൾ ചേർന്നാണ് ആദാമായത്. അതിലൊരു 3 അദമ, നിലം, 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 മണ്ണ്, ഭൂമിയിലെ മണ്ണ്. അദമ, ഏതോ, ചുവന്നവൻ എന്നാണ് അർത്ഥം. ഏതോ, ഇതെല്ലാം എബ്രായ പദമാണ്. ഏതോ ചുവന്നവൻ. ദാം, രക്തം, നിലത്തിൽ നിന്ന് എടുത്ത ചുവന്ന നിറമുള്ള രക്തമുള്ളവൻ. രക്തം എന്നുള്ളത് സൂചിപ്പിക്കുന്നതും ജീവനുള്ളതെന്നാണ്. ഇവിടെ ഈ 3 പദങ്ങൾ ചേർന്നാണ് ആദാമായത്. അപ്പൊ ഇവിടുത്തെ അടുത്തൊരു വസ്തുത എന്ന് പറഞ്ഞാല് ഈ പുള്ളിക്കാരൻ ദൈവം ഒരു ഫെലോഷിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദാമിന് ഒരു ഫെലോഷിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദാമിന്റെ ജോലി എന്ന് പറഞ്ഞാൽ തോട്ടത്തെ സൂക്ഷിക്കണം. ആവശ്യമില്ലാത്ത കൊമ്പനാനെയും പിടിയാനെയും ഒന്നതിനകത്ത് കയറി ഉള്ള ഫലഭൂയിഷ്ടമായ കാര്യങ്ങൾ നശിപ്പിച്ച് കളയായിരിക്കും സൂക്ഷിക്കണം. പിന്നെ വേല ചെയ്യാൻ. അതിന് എബ്രായ പദത്തിലൊരു ഇതും കൂടെ കിടപ്പുണ്ട്, വർഷിപ്പ് എന്നുകൂടെ. ദൈവത്തെ ആരാധിക്കാനും തെങ്ങിന്റെ ഇടയെല്ലാം ഒന്ന് കിളച്ച് വെള്ളം ഒഴിക്കേണ്ടതെല്ലാം വെള്ളം ഒഴിച്ച്, അതിനകത്ത് നദിയെല്ലാം ഉണ്ട്, തോടെല്ലാം ഉണ്ട്. അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഒന്ന് സൈസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പൊ അതെല്ലാം സൂക്ഷിക്കാനെല്ലാം കൂടെ യവനാക്കിയത്. അപ്പൊ യവൻ രാവിലെ മുതൽ ജോലിയാണ് കേട്ടോ. ശരിക്കും ജോലി ചെയ്യുന്നു. ഈ വിശ്രമ സമയം ഉണ്ടല്ലോ, ഈവനിങ് ആകുമ്പോൾ കർത്താവ് വരുന്നു. കർത്താവ് വന്ന് പുള്ളിക്കാരനത് സംസാരിക്കുന്നു. അവന്റെ ബോറിങ് മാറ്റി കൊടുക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവന്റെ ഈ ഇരിപ്പ് എന്താണ് പറയുന്നത്, മനുഷ്യനെ ആകാനായിരിക്കുന്നു നന്നല്ല. ഇവന്റെ ഈ ഇരിപ്പ് ആനെടുത്ത് സംസാരിക്കാൻ പറ്റുമോ? കടുവ എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? സിംഹത്തിന് സംസാരിക്കാൻ പറ്റുമോ? ഇവരൊന്നും യോജിച്ചവരൊന്നുമല്ല. അപ്പൊ ഇവന്റെ ഈ ഇവൻ പറഞ്ഞായിരിക്കാം ദൈവത്തോട് ആകെ ബോറിംഗ് ആണ്. രാവിലെ തൊട്ടേ ഇത് കിളക്കുകയും അത് സംസാരിക്കാനും ആരുമില്ല. ഇത് അങ്ങ് മാത്രം ഈവനിങ് ഏറ്റവും വരും. ആ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. വേറെ സന്തോഷങ്ങളൊന്നുമില്ല. എന്നെ സന്തോഷിപ്പിക്കാൻ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെ എന്റെ ഒരു ഭാവനയിലുള്ള കാര്യമാണ്, ബൈബിളിൽ എഴുതപ്പെട്ട കാര്യമല്ല. അങ്ങനെ പിന്നെ അവന്റെ വാരിയല് വലിച്ചൂരി കർത്താവ് പറഞ്ഞ എന്നാ അവനെ ശരിയാക്കാം. വാരിയല് വലിച്ചൂരി ഒരു സ്ത്രീ ഉണ്ടാക്കി കൊടുത്തു. കർത്താവ് പറഞ്ഞു ഇനി ബോറിംഗ് എല്ലാം നീളും അങ്ങ് മാറ്റിക്കോളും, ചിലവിലാന്ന് സംസാരിച്ചോളും. നീ അതെല്ലാം ആഗ്രഹിക്കുന്നത്, നിന്നെ സംസാരിക്കാനും സന്തോഷിക്കാനും കൂടെ നടക്കാനും ഇനി നിനക്ക് പറ്റിയ ഒരാളായി എന്ന് പറഞ്ഞു. എന്നാലും ദൈവം വേലാറുന്ന സമയത്ത് ഇവരെ കാണാനും സംസാരിക്കാനും ഇടപെടാനും എല്ലാം ദൈവം ഈ തോട്ടത്തിനകത്തൊരു നിയമം മാത്രമേ ദൈവം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വിഷത്തിന്റെ ഫലം പറിച്ച് തിന്നരുത്, തിന്നുന്ന ആള് നിങ്ങൾ മരിക്കും. ഇതാണ് ദൈവം പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മൾ വരുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-ാം വാക്യം പറയുന്നു, യഹോവയായ ദൈവം ഉണ്ടാക്കിയ സകല കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു, വിഷാരികേറിയതുണ്ടാണ്. അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യാതൊരു വൃക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഈ പറയുന്ന സമയത്തെല്ലാം പുള്ളിക്കാരൻ അറ്റൻഡായിരുന്നു കേട്ടോ, ടെൻഷനിലായിരുന്നു. അതാ അറിഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. സ്ത്രീ പാമ്പിനോട് തോട്ടങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, ഈ തോട്ടത്തിനകത്തുള്ള എല്ലാ വൃക്ഷഫലങ്ങളും ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടി ഉണ്ടാക്കി. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 4-ാം വാക്യം, പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ദൈവം പറഞ്ഞു മരിക്കും, യവൻ പറഞ്ഞു മരിക്കത്തില്ല. ദൈവം പറഞ്ഞു മരിക്കും. ഈ മരിക്കുന്നെന്ന് പറഞ്ഞാലും നല്ല ശരിക്കും ഈ മരണത്തെ കുറിച്ച് ഇവർക്ക് ഒരു ബോധ്യം ഇല്ല കേട്ടോ. കാര്യമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും മരിക്കുന്നില്ലല്ലോ. അവിടെ വേറെ ആൾക്കാരില്ലല്ലോ, ഈ ചേട്ടനും ചേച്ചിയും മാത്രമല്ലേ ഉള്ളൂ. വേറെ ആരും മരിക്കുകയും ഫ്യൂണറൽ സർവീസും കുഴിച്ചിടലും ഒന്നുമില്ല. അങ്ങനെ ഒരു മരണമൊന്നും നടക്കാത്തത് ശരിക്കും അതിനെപ്പറ്റി ഒരു ബോധ്യവുമില്ല. പിന്നെ ദൈവം മരിക്കുമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ മരിക്കത്തുമില്ല എന്ന് പറഞ്ഞു, മരിക്കത്തില്ല. അപ്പൊ അത് നമുക്കൊരു ആശ്വാസമായി, മനസ്സിലായില്ലേ? അപ്പൊ ഏതാണോ വിലക്കിയത് അതിനെ ഒന്ന് കഴിക്കാനും അതിനെ തൊടാനും പറയില്ലേ, തുടരുതെന്ന് പറഞ്ഞാൽ അത് കൊച്ചു പിള്ളേര് തൊട്ടു നോക്കുക, എടുക്കരുതെന്ന് പറഞ്ഞാൽ എടുത്തു നോക്കും, ടേസ്റ്റ് ചെയ്യരുതെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. എന്താണെന്ന് അറിയണമല്ലോ, ഒരു ക്യൂരിയോസിറ്റി അടിച്ചേൽപ്പിക്കുക. സാധാരണ പറഞ്ഞു തുടങ്ങിയാണ് ഇതെല്ലാം വെറുതെയാണ്, പിന്നെ നിങ്ങൾ മരിക്കുകയല്ല, ഒരിക്കലും മരിക്കത്തില്ല. അതങ്ങനെ മരണ വൃക്ഷമൊന്നും അല്ല. ശരിക്കും ദൈവം അത് ഉദ്ദേശിച്ചത് ഇവരുടെ ആത്മാവ് നിർജ്ജീവമായി പോകുന്ന ഈ ബൾബിന്റെ, നമ്മുടെ കറണ്ട് പോകുമ്പോൾ പഴയ ബൾബിന്റെ ഫിലമെന്റ് കാണാൻ പറ്റും, മറ്റേ കത്തി ജ്വലിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതായത് ബൾബുണ്ട്, പക്ഷെ ഇതില്ലെന്ന് മാത്രമേ ഉള്ളൂ, അത് കറണ്ട് ഇല്ല, അതുകൊണ്ട് ഫിലമെന്റ് കത്തിയിട്ടില്ല. അടുത്ത് സാത്താൻ പറയുന്നതാണ് ഒരു കാര്യം, സാത്താൻ പറഞ്ഞു കൊടുക്കുകയാണ്. 5-ാം വാക്യത്തിൽ പറയുന്നു, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കണം. അത് ദൈവം പറഞ്ഞ് തന്നെ പറ്റിച്ചാണേ, അത് വെറുതെ പറഞ്ഞതാണ്.
കണ്ണ് തുറന്നിട്ടില്ല. നിങ്ങൾക്ക് എന്തറിയാം? ഒരു ഭയങ്കര ടോക്കായിരിക്കാം ഇത്. നിങ്ങൾക്ക് എന്തറിയാം? അമേരിക്ക അറിയാം? ഇല്ല. അതവിടെ അതെല്ലാം കൊണ്ട് ഭയങ്കര രസമാണ്. ഇംഗ്ലണ്ടിൽ പോയിട്ടുണ്ടോ? ഇല്ല. അതവിടെ ഭയങ്കര അവിടുത്തെ ഓരോ ബിൽഡിംഗ് എല്ലാം കാണണം. അയ്യോ ഞങ്ങളൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല അതൊന്നും. ചിന്തിക്കാത്തത് അത് തിന്നാത്തോണ്ടാ. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിവില്ല. നിങ്ങൾ അതിനെപ്പറ്റി ആഫ്രിക്ക അറിയാം? ഇല്ല, അറിയത്തില്ല. ഭയങ്കര സ്ഥലമാണ്. ഭയങ്കര ആമസോൺ കാട് അറിയാമോ? ഇല്ല. അയ്യോ എന്നാ വൃക്ഷങ്ങള്, എന്നാ ചെടികള്, എന്നാ പൂക്കള, അതെല്ലാം ഭയങ്കരമല്ലേ? ഇതൊന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അല്ലേ? അയ്യോ ഇതുവരെ ഞങ്ങൾക്ക് അറിയത്തില്ല. ചുമ്മാ നിങ്ങളെ ഈ തോട്ടത്തിനകത്തിട്ട് വേലയും ചെയ്യിപ്പിച്ച് ആപ്പിളും തന്ന് ഓറഞ്ചും തന്ന് വെറുതെ ഇതിനകത്തിട്ടൊക്കെയാണ്. ചിലർ പറഞ്ഞല്ലേ, ഈ വീട്ടിനകത്ത് ഞാനിങ്ങനെ അടഞ്ഞ് കിടന്ന് നശിക്കുന്ന വെളിയിറങ്ങുമ്പോഴാ മനസ്സിലായില്ലേ? എനിക്ക് സ്വാതന്ത്ര്യമില്ല, എനിക്കതില്ല, എനിക്കിതില്ല, ഞാൻ ഫ്രീഡത്തിനകത്തല്ല ജീവിക്കുന്നത്. ഈ ഫ്രീഡമാണ് നശിപ്പിക്കുന്നത്. ഈ തോട്ടത്തിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് അറിയാവൂ. ഇവർക്ക് ആപ്പിളിന്റെ കാര്യം അറിയാം, ഓറഞ്ചിന്റെ കാര്യം അറിയാം. പിന്നെ ഒരു 4 മണിയാകുമ്പോഴേ ദൈവം വരും. ജ്ഞാനം എന്തെന്ന് പറഞ്ഞാൽ അവനാ, വിശ്വാസം എന്തെന്ന് പറഞ്ഞാൽ അവനാ, ശക്തി എന്തെന്ന് പറഞ്ഞാൽ അവനാ. താത്ത പറഞ്ഞ ഇതൊന്നും അല്ല. കണ്ണ് തുറക്കണം. നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾക്കൊന്നും അറിയത്തില്ല. നിങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ചിലർ ഇങ്ങനെ പിടിവാശി പറയുന്നതായിട്ടില്ലേ, എനിക്കത് അറിയണം. മറ്റൊരു പറയും അറിയണ്ട, നീ അറിയണ്ട. എനിക്കറിയണം, എനിക്ക് അറിഞ്ഞേ പറ്റൂ. അറിഞ്ഞു കഴിയുമ്പോഴാണ് അടി കൊടുക്കുന്നത്. ഇത് എന്ന് കീ കൊടുത്ത് വിട്ടേന്നറിയാമോ? ഏതെങ്കിലും തോട്ടത്തിനകത്തുനിന്ന് വിട്ടുകൊടുത്ത കീയാണ്. ഈ ഏറ്റവും കൂടുതൽ ഇങ്ങനെ അറിയണമെന്ന് പിടിവാശി കാണിക്കുന്ന സഹോദരിമാരാ. ഏത് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങിയതാ. അങ്ങനെ ഉണ്ടല്ലേ? എന്റെ ചേട്ടന് പോലും അറിയത്തില്ല. എന്നാ ഇനിയിപ്പോ അറിയിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. നമുക്കത് അറിയണം. ഈ ആവശ്യമില്ലാത്ത നോളജിലോട്ട് ദൈവം മനുഷ്യനെ വിട്ടിട്ടില്ല. കണ്ണ് തുറക്കും. എന്ത് കണ്ണ്? ഇവരെ ഈ ശരീരത്തിലിരിക്കുന്ന 2 കണ്ണല്ല, ഹൃദയത്തിന്റെ കണ്ണ്. ഈ ദൈവം ഈ മനുഷ്യനുണ്ട്. ഹൃദയം എന്ന് പറഞ്ഞാൽ സോളിലാണ് ഈ നോളജ്, വിസ്ഡം, പരിജ്ഞാനം ഇതെല്ലാം ഇരിക്കുന്നത് അതിനകത്താണ്. അപ്പൊ അത് ദൈവം അന്ന് മനുഷ്യനെ ഉണ്ടാക്കിയപ്പോഴേ നല്ലത് മാത്രം അറിയാനാണ് ഉണ്ടാക്കി, കൂടുതലും ദൈവവുമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇവർ നഗ്നരായിരുന്നിട്ടും ഇവർക്ക് അതറിയത്തില്ലായിരുന്നു. അതിവിശുദ്ധനായ വിശുദ്ധിയിൽ ശക്തനായ കർത്താവ് വന്ന് നിന്നിട്ട് ഇവർക്ക് ലജ്ജ, നാണം, പേടി ഇതൊന്നും ഇല്ലായിരുന്നു. പേടി പോലും ഇല്ലായിരുന്നു. മനസ്സിലായില്ലേ? ഇവരുടെ സോള് ഒരു ലിമിറ്റഡ് ആയിട്ട് തുറന്നിട്ടുണ്ടായിരുന്നു. ഒരു 10% 20% തുറന്നു കൊടുത്തു. ബാക്കി ദൈവം അതിനെ പൂട്ടിയാൻ വെച്ചു എന്ന് പറഞ്ഞാൽ അത് ആവശ്യമുള്ള കാര്യമല്ല. ഇപ്പൊ നമ്മളൊരു 2 TB ടെറാബൈറ്റുള്ള ഒരു കമ്പ്യൂട്ടർ മേടിച്ചിരുന്നാലും നമ്മളതിൽ ഇരിക്കുന്ന വല്ല 100 MB ഉള്ള സാധനമായിരിക്കും. ബാക്കി സ്പേസ് മുഴുവനും ആവശ്യമില്ലാത്ത നല്ല ഏറ്റവും കൂടിയ ഫോൺ വാങ്ങിച്ചിരുന്നാലും നമ്മൾ കുറച്ച് സാധനം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, മറ്റൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇപ്പം മേടിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടും. നമുക്ക് അത് മാത്രം വെട്ടിമുറിച്ച് മേടിക്കാനും പറ്റത്തില്ല. അപ്പൊ നമ്മൾ അതിന് യൂസ് ചെയ്യാതെ മാറ്റിവെക്കും, അല്ലെങ്കിൽ പാർട്ടീഷൻ ചെയ്ത് അതിനെ മാറ്റിയിടും. ഇപ്പം മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയപ്പോഴ് അക്സസ് ഭയങ്കര ഉണ്ടായിരുന്നു. ദൈവം അതിനെല്ലാം ഇത് പാർട്ടീഷൻ ചെയ്ത് മാറ്റിവെച്ചു. അപ്പൊ അതിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇത്രയും മതി. ഒരു 25% അക്സസ് അങ്ങ് കൊടുത്തു. ഇത് വെച്ച് നീ എല്ലാം അറിഞ്ഞു. അപ്പൊ ഇത് വെച്ചറിയുമ്പോഴേ ശരിക്കും എന്ന് പറഞ്ഞാല് സന്തോഷവും സമാധാനവും അതിലുപരി ഈ എവരുടെ മേൽ അന്നുണ്ടായിരുന്ന ആ ഒരു നോളജില് ഡോക്ടറെ എന്തെന്ന് അറിയാം, ദൈവം വേലാറുന്ന സമയത്ത് നടക്കുന്ന ശബ്ദം കേൾക്കുവാൻ. ദൈവം ഒരു മനുഷ്യനായിട്ടാണോ അല്ലയോ എന്നൊന്നും വന്നതൊന്നും നമുക്ക് അറിയത്തില്ല. എങ്കിലും ദൈവത്തിന്റെ മൂവ്മെന്റ് അറിയാൻ പറ്റുന്ന സോളായിരുന്നു. ദൈവത്തിന്റെ മൂവ്മെന്റ് അറിയാൻ പറ്റും. അപ്പൊ അവിടെ വരുന്ന സമയത്ത് ഇവർ ഓടി ചെല്ലുമായിരിക്കും. ഈ സ്കൂളിൽ വിട്ട പിള്ളേർ വീട്ടിലേക്ക് ഓടി ചെല്ലുന്നത് പോലെ ഓടി ചെല്ലുമായിരിക്കും. അപ്പൊ ഈ പഴം പറിച്ചതിന് ശേഷം ദൈവം വന്നപ്പം ദൈവ തോട്ടത്തിൽ നടക്കുന്ന കാലൊച്ച. അപ്പൊ സ്ഥിരമായിട്ട് ദൈവം ഇവര് കണ്ടുമുട്ടുന്ന ഏതെങ്കിലും മരത്തിന്റെ ചുവടോ പാറപ്പുറമോ ഏതെങ്കിലും പുൽത്തകടിയോ ഉണ്ടായിരുന്നിരിക്കും. അവിടെ ദൈവം ഇറങ്ങി വന്ന സമയത്ത് ഇവര് നേരെ ദൈവം കണ്ടു. എങ്കിലും ദൈവം അതൊന്നും ശ്രദ്ധിക്കാതെ അത്രയ്ക്കും ഒരു ഭയങ്കര കരുണയുള്ളവനാ ദൈവം. അവന് വീണ്ടും ദൈവം പറിച്ചു ഒരു ഓടി വന്ന് പറയും,
അത് ട്രീറ്റ്മെന്റ് ചെയ്യാം എന്നുള്ള വല്ലതും ആയിരിക്കാം എന്റെ ചിന്തയാണ്. അപ്പൊ അവിടെ വന്ന സമയത്ത് ഇവരില്ല. ദൈവം ഇങ്ങനെ അന്വേഷിച്ചടക്കുകയാണ്. ദൈവത്തിന് അറിയാം ഇവരെവിടെ നിൽക്കുന്നു എന്ന്. എക്സ്റേ MRI സ്കാൻ കണ്ടിലും കണ്ണുള്ള കർത്താവിനറിയാം. പക്ഷെ എങ്കിലും ഇവര് ദൈവം മാനിച്ചിരുന്നു. മനസ്സിലായല്ലേ? ഒരു വ്യക്തി എങ്ങനെയാണോ എവിടുത്തെ ഇടപെടുന്നത് പോലെ തന്നെയായിരുന്നു അവരുടെ അതിലേക്ക് ദൈവം ഇറങ്ങി വന്നു, അവരുടെ ഇടയിലേക്ക്. മനസ്സിലായില്ലേ? ഇപ്പൊ ദൈവം ഏതേ തോട്ടത്തിനകത്ത് ഇങ്ങനെ നടക്കുകയാണ്. ഇവരെവിടെ ഇരിക്കുന്ന ദൈവത്തിന് വ്യക്തമായിട്ടാണ് എങ്കിലും നടക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ എന്റെ ഒരു ചിന്തയില് ഇവരിങ്ങനെ വരുമ്പോ ഇവരെ കണ്ടു. എടാ ആദാമേ, ഞാനിവിടെ മുഴുവൻ നടന്നു, നീ എവിടെ ഇരിക്കുന്നത്? നീ എവിടെ ഇരിക്കുന്നത്? ഞാൻ മുഴുവൻ നടന്നില്ലേ? ഞാൻ ആ പാറമ്പുറം പോയിട്ട് നീ അവിടെ ഇല്ലായിരുന്നല്ലേ? ആ പുൽത്തകടി പോയിട്ട് നീ ഇല്ലായിരുന്നല്ലോ? നീ ഇന്ന സ്ഥലത്ത് ഞാൻ നമ്മുടെ അന്ന് കണ്ടില്ലേ? അത് ജനുവരി 14-ാം തീയതി നമ്മൾ കൂടുതൽ സമയം ഇരുന്ന ആ പുൽത്തകടിയിൽ അവിടെ നോക്കിയിട്ട് കണ്ടില്ല. അപ്പൊ അത് ഒരു മനുഷ്യനെ ഇംപ്രസ് ചെയ്യുന്ന ഒരു ഇതായിരിക്കാം. ദൈവം ഇതെല്ലാം നടക്കുകയാണ് ഏതേൻ തോട്ടത്തിൽ. അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഇങ്ങനെ ഇറങ്ങി വന്ന് രണ്ട് കൈയും വീശി നിന്നെന്നല്ല പറഞ്ഞ. ദൈവം അവിടെ വന്നിട്ട് ദൈവം അതിലേക്ക് വന്ന് നിന്ന് ഇങ്ങനെ നടന്നിട്ട് അവിടെ നിന്ന് വിളിക്കുകയാണ്. അങ്ങ് അപ്പുറത്ത് പാറപ്പുറത്ത് നിന്ന് വിളിക്കുകയാണ്. എവിടെ? അതാമേ, ഞാൻ വരില്ല, എനിക്ക് വരാൻ പറ്റത്തില്ല. അപ്പം ദൈവത്തെ ശരിക്കും കാണാൻ കഴിയുന്ന, അല്ല, ദൈവത്തിന്റെ നടപ്പിനെ കേൾക്കാൻ കഴിയുന്ന ഒരു സോൾ റലമായിരുന്നു ഇത് ആദാമിൻ്റെത്, അവയുടെ ഒരു നല്ല സോൾ റലമായിരുന്നു, ഏറ്റവും നല്ലൊരു സോൾ റലമായിരുന്നു. അപ്പൊ യഹോവയായ ദൈവം നടക്കുന്ന കാലച്ച ഇവർ കേട്ടു. ശരിക്കും ദൈവം ഒരു മനുഷ്യരൂപത്തിലായിരിക്കാം ഇവരോട് സംസാരിക്കാനും ഇടപെടാനും വന്നത്. എങ്കിലല്ലേ നടക്കുന്ന ഒരു ഒച്ചയെല്ലാം കേൾക്കാൻ പറ്റും. അങ്ങനെയെങ്കിലും കേട്ടാൽ വരട്ടെന്ന് ആയിരിക്കാം. അത്രയ്ക്കും ദൈവം കരുണയും താഴ്മയെല്ലാം കാണിച്ചു. അപ്പം ദൈവമായിട്ടുള്ള ഒരു വലിയ ഫെലോഷിപ്പ് അവർക്കുണ്ടായിരുന്നു. ദൈവമായിട്ടൊരു വലിയ സംസർഗം ഉണ്ടായിരുന്നു. സംസാരിക്കുമായിരുന്നു, ഇവർ സന്തോഷിക്കുമായിരുന്നു. അപ്പൊ ഇവരുടെ സന്തോഷമല്ല അതായിരിക്കും. ശരിക്കും ആദാമിന്റെ അവരുടെ സന്തോഷം അവർ പരസ്പരവും, ഇവരുടെ രണ്ടുപേരുടെയും സന്തോഷം ദൈവമായിട്ടുള്ള ഫെലോഷിപ്പ്. അപ്പൊ അതിനുവേണ്ടി സമയം അവർ മാറ്റിവെച്ചു, ദൈവവും മാറ്റിവെച്ചു. ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവർക്ക് വേണ്ടി ടൈം മാറ്റിവെച്ചു. അപ്പൊ മുറിയപ്പെട്ടപ്പോൾ ഇതെല്ലാം പോയി. എന്നെ കൂടുതൽ ചിന്തിപ്പിച്ച ഇതിലൊരു കാര്യം, അവർക്ക് വസ്ത്രമില്ല എന്നുള്ള അറിവ് പോലും. അപ്പൊ എത്ര പെർഫെക്റ്റ് നിഷ്കളങ്കരായിരുന്നു. എത്ര അവരിലേക്ക് നോക്കിയില്ല. കൈവേല്, പെടല് വേദന, നടുവേദന, മുളുക്ക്, ചതവ്, ഇതിലോട്ടല്ല. ആ തോട്ടത്തിനകത്തുള്ള വേല ചെയ്യുക, ഈവനിങ്ങില് കർത്താവുമായിട്ട് പവർ കോൺഫറൻസ്, പവർ ടോക്കിംഗ്, പവർ എൻജോയ്, ഇതിലെല്ലാമായിരുന്നു. അതായിരുന്നു അവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ, അതായിരുന്നു അവരുടെ ആനന്ദം എന്ന് പറഞ്ഞാൽ. അതായിരുന്നു ഈ പാമ്പ് ചെന്നിട്ട് അവേ ഡ്രസ്സൊന്നും ഇല്ലല്ലോ, എന്താ ഡ്രസ്സ് എന്തിന്? ഡ്രസ്സോ എന്തോ സാധനം, അപ്പോഴേ അവൻ അടിച്ചോടിച്ചേ. അവനിലേക്ക് യാതൊരു എന്ന് പറഞ്ഞാ ചിലരെ പറയില്ലേ മണ്ടൻ, അവൻ അതിനെ കുറിച്ചൊരു വിവരമില്ല, അന്ന് വലിയ സമ്മാനത്തിലിരിക്കുന്നവനായിരിക്കും ചിലപ്പോൾ ഈ ലോകം പറയുന്ന മണ്ടന. അപ്പൊ ഇത് തന്നെയായിരുന്നു ഇവിടെ സോളിന്റെ അക്സസ്. ശരിക്കും ഒരു 25% ദൈവം തുറന്നു കൊടുത്തു. ബാക്കി 75% കിടപ്പുണ്ട്. ഈ 75% തിന്മയെക്കുറിച്ച് അറിയാനും നാശത്തെക്കുറിച്ച് അറിയാനും നെഗറ്റീവ് സംഭവങ്ങളെ മുഴുവൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് സാത്താൻ പറഞ്ഞത്, കണ്ണ് തുറക്കും, നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണ്, നിന്റെ സോളിന്റെ കണ്ണ് തുറക്കും, നിനക്ക് ഈ ലോകം മുഴുവനും അറിയാൻ പറ്റും, ലോകത്തിന്റെ എല്ലാ ദോഷങ്ങളും അറിയാൻ പറ്റും. ഈ ദോഷങ്ങൾ അറിയപ്പെടുന്ന എല്ലാം ദൈവം ക്ലോസ് ചെയ്തതാണ്. മനുഷ്യൻ ഉണ്ടാക്കിയപ്പോൾ ഫുൾ മനുഷ്യനെ അങ്ങ് ഉണ്ടാക്കി. എന്നിട്ട് ആ ഒരു ഭാഗം എല്ലാം ദൈവം പഴം എന്നുള്ള കീവേഡിട്ട് ലോക്ക് ചെയ്തോളാം. തിന്നാ അത് ഓപ്പൺ ആവും, തിന്നില്ലെങ്കിൽ അത് ഓപ്പൺ ആവത്തില്ല. സാത്താൻ അത് തന്നെയാണ് ഫോക്കസ് ചെയ്തത്. സാത്താൻ എന്ത് ഫോക്കസ് ചെയ്തേ? ശരിക്കും നീ അറിയാൻ നിനക്ക് ആവശ്യമില്ലാത്തതെല്ലാം നിന്നെ അറിയിക്കും. നീ അതെല്ലാം അറിഞ്ഞോളണം. നിനക്ക് ആവശ്യമില്ലാത്തതെല്ലാം നിന്നെ അറിയിക്കാം. ദോഷങ്ങളെല്ലാം നിനക്കൊരു പ്രതികൂലം ഉണ്ടെന്ന് അറിയിക്കാം. നിനക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്, കഷ്ടമുണ്ടെന്ന് അറിയിക്കാം. നിനക്ക് വലിയ പെടാപ്പാടുണ്ടെന്ന് അറിയിക്കാം. ഇതെല്ലാം നിനക്കൊരു ശത്രുവുണ്ട്, നിനക്കൊരു പ്രതികൂലമുണ്ട്, നിനക്കൊരു നാശമുണ്ട്. ഇതുകൊണ്ടല്ലേ ഇവരെ മക്കളുടെ കയ്യിന് ഹാമ്പയിലും ഇവർ രണ്ടുപേരും യാഗം കൊണ്ട് കൊടുത്തു. ഒരുത്തനെ ദൈവം പ്രസാദിച്ചു. മറ്റേ പറഞ്ഞു എന്നാ പിന്നെ ജീവിച്ചിരിക്കില്ല, നീ കൊന്നുകളഞ്ഞില്ലേ, തട്ടിക്കളഞ്ഞു. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് അവർക്ക് അസൂയ ജനിക്കപ്പെടുകയാണ്. അതിന് മുന്നേ അവിടെ കൊലപാതകം എന്ന് പറഞ്ഞ സംഭവം നടന്നിട്ടില്ല.
മരണം എന്ന് പറഞ്ഞൊരു സംഭവം നടന്നിട്ടില്ല. നാശം എന്ന് പറഞ്ഞൊരു സംഭവം നടന്നിട്ടില്ല. അതൊരു കോമൺ ആയിരിക്കുന്ന ഒരു കാര്യമല്ല. തുറക്കാൻ പാടില്ലാത്ത മേഖല തുറന്നപ്പോൾ കൂടെയുള്ള സഹോദരനോട് പോലും ഇവർക്ക് അവനെ ദൈവം പ്രസാദിക്കുന്നത് പോലും ഇവർക്ക് സഹിക്കാൻ പറ്റിയില്ല. കണ്ടോ, ദൈവം പ്രസാദിച്ചവനെ കൊന്നളഞ്ഞു. ഈ ഒരു മേഖലയാണ് ആ പഴം തിന്നതിലൂടെ ഉണ്ടായത്. കാരണം ഈ 2 കൊരിന്ത്യർ 4:4 പറയുന്ന അവിശ്വാസികളുടെ മനസ്സിനെ സാത്താൻ കുരുടാക്കി കളഞ്ഞു. ഇവൻ 2 വേലയും ചെയ്യുന്നുണ്ട്. കുരുടുമാക്കും, തുറക്കുകയും ചെയ്യും. അവിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ അവിടെ പറയുന്നു, തേജസ്സുള്ള ക്രിസ്തുവിന്റെ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ഹൃദയങ്ങളുടെ മേൽ പ്രകാശിക്കാതിരിക്കാൻ. അപ്പൊ അത് പ്രകാശിക്കാനും പാടില്ല, അതിന് കുരുടാക്കി. ഈ ലോകത്തിന്റെ ദുഷ്ടത കാണാൻ വേണ്ടി കണ്ണു തുറന്നു. ഒരു സമയത്ത് ഇതെല്ലാം നടന്നു. ഇതെവിടെയാണ് ഇതെല്ലാം നടന്നത്? സോൾ റലത്തിലാണ്. അപ്പൊ തകർക്കപ്പെട്ട ഒരു സോളിന്റെ ഉടമയായിട്ടാണ് ഒരു മനുഷ്യൻ ജനിക്കപ്പെടുന്നത്. ഇത് ആദാമ പാരമ്പര്യത്തിനകത്ത് കിടക്കുന്ന ഒരു കാര്യമാണ്. ആദാമ പാരമ്പര്യത്തിന്റെ പാപവും ശാപവും മാത്രമല്ല, തകർക്കപ്പെടലുകളും ഈ സോളിനകത്തുണ്ട്. ഇതിനെ റീക്രിയേഷൻ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അതിനുള്ള വചനം, ശക്തി, അഭിഷേകം, കൃപ എല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ മേല് ദൈവം അയച്ചിട്ടുണ്ട്. അപ്പൊ ഈ മൂന്നാം അധ്യായത്തിന്റെ 5-ാം വാക്യം പറയുന്നത്, അത് തിന്നുന്ന നാളിൽ, ഇന്ന് തിന്നുമോ ഇന്ന് തുറക്കും, നാളെയാണെങ്കിൽ നാളെ, തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും അനാവശ്യമായ എല്ലാം തന്നെ കാണുമെന്നാണ് അതിന്റെ. ദൈവം എല്ലാം അടച്ചു പിടിച്ച് വച്ചിരിക്കുക. അതിനെല്ലാം തന്നെ കാണാം. വിളിക്കാൻ ഉദ്ദേശിച്ച എല്ലാ ദുഷ്ടതയും കാണാൻ പറ്റും. മോളെ ചക്കരയെന്നെല്ലാം ചില വിളിച്ചാണ് കേട്ടോ, തിരിപ്പിക്കാനേ. മോളെ ചക്കരേ, പാലേ എന്നെല്ലാം പറഞ്ഞിട്ട് പറയാ, തിന്നുന്ന നാളിൽ കണ്ണ് തുറക്കുകയും നിങ്ങൾ, കേട്ടോ, 2ാമത് പറഞ്ഞ, നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി. ശരിക്കും അവർക്ക് ഒരു നന്മയുള്ള ഹൃദയമാണ് ദൈവം കൊടുത്തത്. ആ തിന്മയുടെ റല ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. തമ്മിൽ അടിക്കാനോ ഇടിക്കാനോ കുടുംബകലഹം ഉണ്ടാക്കാനോ ഡൈവേഴ്സ് വാങ്ങിക്കാനോ. ഇത് എത്രയോ വർഷങ്ങളുള്ള കാര്യമാണ്. ഇവരുടെ ജീവിത ഡ്യൂറേഷൻ വന്നിട്ട് 1000 വർഷമെല്ലാണ് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. 900-നും 1000-നും ഇടയ്ക്കുള്ള സമയങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഒരു 400 വർഷം ജീവിച്ചതിന് ശേഷമല്ലോ. എനിക്ക് 400 വർഷം ഡൈവേഴ്സ് ഇല്ല, അടിയില്ല, ബഹളമില്ല, സന്തോഷമാണ്, ആനന്ദമാണ്, എല്ലാം ഭയങ്കര നല്ലതായിട്ട് നടക്കുകയാണ്. ആ സമയത്ത് യവൻ പറയുന്നത്, കുറെ നന്മയും തിന്മയെല്ലാം കിടപ്പുണ്ട്, ഇതിനെല്ലാം മൂടി വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ തിന്നരുതെന്ന്. നന്മ തിന്മകളെ അറിയുന്നവനായി ദൈവത്തെ പോലെ ആവുന്നു, ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. അത് ദൈവത്തിന് ഈ ലോകത്തിന്റെ തിന്മ എന്തെന്നറിയാം. എന്ന് പറഞ്ഞാൽ യവനാണ്, അന്ന് പറഞ്ഞവനാണ് തിന്മ. അവൻ എന്തെന്നറിയാം, മനസ്സിലായില്ലേ? നന്മ എന്ന് പറഞ്ഞാൽ ദൈവമാണ്, തിന്മയെന്ന് പറഞ്ഞാൽ യവനാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ യവനെ കുറിച്ചുള്ള ഒരു വെളിപ്പാടൊന്നും ദൈവം ഒന്നും കൊടുത്തില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ശരിക്കും അതിന് ശേഷമാണ് അവന് ഒരു മഹത്വം ഉണ്ടാകാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്ന. അവൻ നന്മയും തിന്മയും അറിയുന്നവരായി, മറ്റൊരു ലിമിറ്റഡ് ആയിട്ട് ആ ദൈവത്തെ അറിയാം, ദൈവത്തിന്റെ കാലവെച്ച് അറിയാം, ആ ഫെലോഷിപ്പിന്റെ സമയം, ആ പ്ലേസ് എല്ലാം വളരെ ഹാപ്പി ലൈഫാണ്. മറയ്ക്കാനോ നാണം മറയ്ക്കാനോ ലജ്ജ മറയ്ക്കാനോ ഒന്നിന്റെ ആവശ്യമില്ലായിരുന്നു. അപ്പൊ അവരുടെ മൈൻഡ് എത്ര ഇതായിരുന്നെന്ന് ആലോചിച്ച് നോക്കണേ. ആരെങ്കിലും ആക്രമിക്കുമോ, ആരെങ്കിലും എന്നെ മാനഭംഗപ്പെടുത്തുമോ, എന്നെ നശിപ്പിക്കുമോ എന്നുള്ള അങ്ങനെ ഒരു സാധനം കളിക്കാത്തില്ല. നന്മ തിന്മകളെ അറിയുന്നവരായി, നന്മയും തിന്മയും അറിയുന്നവരായി. അതിനുശേഷം മനുഷ്യന്റെ ചിന്ത മൊത്തം തിന്മയുടെ ചിന്തയായിപ്പോയി. തിന്മയുടെ ചിന്ത ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അത് വ്യക്തമായിട്ട് പറയുന്നതാണ്, തിന്മയുടെ ചിന്ത. ഉൽപ്പത്തി പുസ്തകം 6:5 പറയുന്ന, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണം ഒക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്ന് യഹോവ കണ്ടു. കേട്ടോ, ഒരു 3 അധ്യായം കഴിഞ്ഞപ്പോഴുള്ള കാര്യമാണ്. 3 അധ്യായം കഴിഞ്ഞപ്പോൾ ഉള്ള കാര്യമാണ്. നിഷ്കളങ്കരായ മനുഷ്യൻ മൊത്തം ദുഷ്ടന്മാരായി. അവരുടെ ചിന്ത വരെ കണ്ടോ, അവരുടെ നിരൂപണം ഒക്കെയും എല്ലായ്പ്പോഴും ദോഷം. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ദൈവത്തിന് ഹൃദയമുണ്ട്, ആ ഹൃദയത്തിന് ദുഃഖമായി പോയി. അപ്പം ദൈവം എന്ത് ഉദ്ദേശത്തോടെയാണ് മനുഷ്യനെ ആദ്യം ഉണ്ടാക്കി? എന്ത് ഉദ്ദേശത്തോടു കൂടെയാണ്, എന്ത് നന്മയോടുകൂടെയാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി? വളരെ പെർഫെക്റ്റ്. ദൈവത്തിന് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവനിക്ക് മാത്രമേ ദൈവം വരുന്നുള്ളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആട് മേയ്ക്കുന്നവരെ വരെ മേയിച്ചോണ്ടല്ലായിരുന്നു. പിന്നെ ദൈവത്തിന് മുഴുവൻ പണിയും
ഇവരെ പോറ്റാനുള്ള പണിയായിരുന്നു. നമ്മൾ ആ ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിലെ കാണുമ്പോഴെല്ലാം എപ്പോഴും ദൈവത്തിന് ഇവരെ പോറ്റിയല്ലേ പറ്റുന്നു. ഇവരുടെ സോളിനെ വികൃതമായിക്കളെ, ഡിസ്ട്രോയ് ചെയ്തളഞ്ഞു, ഡിസ്ലൊക്കേറ്റഡ് ആയിക്കളെ, ഓർഡറിനെ തെറ്റിച്ചളഞ്ഞു, ഡിസോർഡർ ആക്കി. ഈ ഡി എന്ന് തുടങ്ങുന്ന എല്ലാം ദോഷമുള്ള സാധനങ്ങൾ തകർക്കപ്പെട്ട ഒരു സോൾ ബലം ഇതിന്റെ ഒരു ഉടമയാക്കി അവനെ അങ്ങ് മാറ്റി. അപ്പൊ നമുക്ക് അടുത്ത് കാണുന്നത് എങ്ങനെയാണ്, ഇവരെ ഇത് തിന്നു, ആദാമും തിന്നു. ബൈബിൾ പറയുന്നു ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു. മനസ്സിലായില്ലേ? 29% ദൈവം തുറന്നു വെച്ചു കൊടുത്തത്. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു. ഇതിനായിട്ട് 6-ാം വാക്യത്തിൽ രസമുള്ള ഒരു കാര്യമുണ്ട്. ഇന്നലെ വരെ ആ പഴം കണ്ടപ്പോഴ് ഇവർക്ക് വേറെ ഫീലിങ്സ് ഒന്നും തോന്നിയില്ല. ഈ കണ്ട ഉടനെ പറയുന്നു ആ വൃഷഫലം തിന്മാൻ നല്ലത്, കണ്ടിട്ട് പറഞ്ഞു കൊള്ളാത്ത തിന്നായി. ഇന്നലെ വരെ അത് തുടരുത് എന്നുള്ള ചിന്തയിലാണ്. ദൈവം തിന്നരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ, തുടരുതെന്ന് പറഞ്ഞില്ല. ഹവ്വ എന്ത് ചെയ്തു? കുറച്ചും കൂടെ അതിലോട്ട് ചെല്ലാതിരിക്കാൻ പറഞ്ഞു. തുടരുതൊന്നുമില്ല, തൊട്ടുകയാൽ വല്ല നിന്നു പോകണമെങ്കിലോ എങ്ങനെയെങ്കിലും അതിന്റെ ഒരു അംശം വായിക്കാതായി തീരെയാണെങ്കിലും എന്ന് എഴുതി. തുടരുതൊന്നും കൂടെ ദൈവം എഴുതിയിട്ടുണ്ടെന്നല്ല പുള്ളിക്കാരി പറഞ്ഞ് സമർത്ഥിച്ചത്. കാണാൻ നല്ലതും തിന്മാൻ രുചിയുള്ളതും. നമ്മളെല്ലാം തിന്നു നോക്കിയിട്ടാണ് അതിന് ടേസ്റ്റ് ഉണ്ടോന്ന്. എവള് പറയുന്നത് കണ്ട തന്നെ അറിയാം. എല്ലാവരും പറയില്ലേ കണ്ടറിയാം, ഭയങ്കര തേൻ തോറ്റു. അപ്പൊ അത് തന്നെ പറഞ്ഞു, അയ്യോ ഇത്രയും നല്ല ഫലം ഉണ്ടായിട്ടാണോ ഈ വെറുതെ വേരക്കയും പറിച്ചു തിന്ന് തണ്ണിമത്തനും തിന്ന് ഇങ്ങനെ ജീവിക്കുന്നത്? സൂപ്പർ എത്ര ഭയങ്കര ടേസ്റ്റ് ഉള്ളത്, ഭയങ്കര ടേസ്റ്റ്. അടുത്ത് പറയുന്നത് ഒരു തിന്ന ഉടനെ ഇവിടെ കണ്ണുകൾ ഉടനെ കൊടുത്തു, അവനും തിന്നു. 7-ാം വാക്യം, ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു. ഉടനെ കണ്ണു തുറന്നു, താങ്കൾ നഗ്നരെന്നറിഞ്ഞു. മനസ്സിനകത്ത് രണ്ടുപേർക്ക് ഒരേപോലത്തെ, അല്ലാതെ ഹവ്വ പറഞ്ഞു കൊടുത്തില്ല അയ്യോ ചേട്ടൻ വസ്ത്രമില്ല അല്ലേ എനിക്കുന്നത് എന്നല്ല. രണ്ടുപേരും ഉടനെ കണ്ണുകൾ തുറന്നു. താങ്കൾ നഗ്നരെന്നറിഞ്ഞു, അത്തിയില കുത്തിത്തുന്നി താങ്കൾക്ക് അരയാടെ ഉണ്ടാക്കി. ശരിക്കും ഇതിൽ ഒരു കാര്യം പോയിന്റ് കിടപ്പുണ്ട്. ഈ കണ്ണ് തുറന്നപ്പോൾ എന്തില്ല എന്നാണ് അവർക്ക് മനസ്സിലായത്. ഇന്നലെ വരെ ഇതിനെക്കുറിച്ചൊരു ബോധ്യമൊന്നും ഇല്ലായിരുന്നു. അവർ ഹാപ്പി ആയിരുന്നു, ഉള്ളതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അന്ന് തൊട്ടാണ് മനുഷ്യനൊരു സംതൃപ്തി ഇല്ലാതായി പോയത്. ഒന്നിനും സംതൃപ്തനല്ലല്ലോ. അന്ന് പൗലോസ് പറഞ്ഞ ഉണ്മാനം കൊടുക്കാനുണ്ടെങ്കിൽ മതിയെന്ന് വയ്പ്പിൻ. വെറുതെ കിടന്ന് മരിക്കാൻ വേണ്ടി, അതായത് ഈ പണം ഉണ്ടാക്കി നശിക്കാൻ വേണ്ടി പോകരുതെന്ന, ജോലി ചെയ്യരുതെന്നല്ല, നിങ്ങൾ നേടാൻ പറ്റുന്നത് നേടുക, അതല്ല ഉദ്ദേശിച്ചത്. ഇതിനു വേണ്ടി ഫണ്ടിന് വേണ്ടി പോകരുത്. ആവശ്യമില്ലാത്ത കാശ് നീ ഉണ്ടാക്കാൻ വേണ്ടി പോകരുത്. കോടികൾ 1 ലക്ഷം കൊടുത്താൽ 1 കോടി കിട്ടുന്ന പരിപാടിക്ക് പോകരുത്. നോട്ട് ഇരട്ടിപ്പിക്കുക, പഴയ നോട്ട് മാറ്റിയെടുക്കുക, ദേശരാജ്യത്തെ ഫണ്ടുകൾ ട്രസ്റ്റ് വഴി വലിക്കുക, ഇതിലും പോയി നീ നശിക്കരുത്. സാധാരണ എപ്പോഴും ഇങ്ങനെ ചിലരിങ്ങനെ ഇരിക്കുമ്പോ അയ്യോ എനിക്ക് വീട്ടിൽ ഫ്രിഡ്ജില്ല, ടിവിയില്ല, മിക്സിയില്ല, വാഷിംഗ് മെഷീൻ ഇല്ല, അതില്ല, ഇതില്ല. ഇല്ലായ്മകൾ മാറ്റി കൊളസ്ട്രോള്, ഹാർട്ട് അറ്റാക്ക്, ഡയബറ്റിക്, ഇനി ഇല്ലാത്തതല്ല. മനുഷ്യ അനങ്ങുന്നില്ലല്ലോ. വെൽ പ്ലാൻഡാ ഇതെല്ലാം. സാത്താന്റെ ഒരു പ്ലാനിങ്ങാ. സാത്താന്റെ വലിയൊരു പ്ലാനിങ്ങാ. ലോകത്തിന്റെ സിസ്റ്റം അങ്ങനെ ആക്കിക്കളഞ്ഞു. ലോകത്തിന്റെ സിസ്റ്റം ദൈവം മക്കളും ആ സിസ്റ്റത്തിനകത്ത് കറങ്ങിയാടുന്നു. ദൈവത്തിന്റെ മക്കളും ആ സിസ്റ്റത്തിനകത്ത് കറങ്ങി. ഒന്ന് എനിക്കതില്ല, നോക്കിയപ്പോഴും വസ്ത്രമില്ല, എനിക്ക് ഷൂസ് ഇല്ല, ചെരുപ്പില്ല, പാൻറില്ല, ടൈയില്ല, കോട്ടില്ല. ഇങ്ങനെ ഒരു പരിതാപകരമായിരിക്കുന്ന മേഖലയിലോട്ട് അവനെ തള്ളി അങ്ങ് വിട്ടു. അതാണ് കറക്റ്റ്. ഇവനെ നമ്മളെ പറയില്ല ഒഴുക്ക് വെള്ളത്തിൽ അകപ്പെട്ടെന്ന് പറഞ്ഞതുപോലെ ഇവനെ അവിടെ അങ്ങ് തള്ളി വിട്ടു. ഇവൻ നോക്കിയപ്പോഴും നല്ല വലിയ ഇല ഉള്ള അത്തി നിന്നു, അതിനെ പറിച്ചു. ഈ അത്തിവൃക്ഷം ഭയങ്കര ഒരു സ്പിരിച്വൽ മീനിങ് ഉള്ള ആണ്. അപ്പൊ അത്തിയില പറിച്ചു. അവര് നാണം മറച്ചു. അവരെ കാണാൻ വേണ്ടി അവിടെ ആരും ഇല്ലായിരുന്നു. വേറെ നാട്ടുകാരും വീട്ടുകാരും ആരും ഇല്ലല്ലോ. നാണം മറച്ചു. 8-ാം വാക്യം പറയുന്നത്, വെയിലാറിയപ്പോൾ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. ദൈവം ഇങ്ങനെ നടക്കുകയാണ്. ഇവർ രണ്ടുപേരും കാണാനുമില്ല. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഇതും പറിച്ച് മിലിറ്ററിക്കാര് വൃക്ഷങ്ങളുടെ നിറത്തിലുള്ള ഡ്രസ്സ് ഇടുന്നത് പോലെ അവര് അതിനകത്തിട്ട് അവര് തോട്ടത്തിനിടയിൽ ഒളിച്ചു. ദൈവം കണ്ടിട്ടും ദൈവം ഇങ്ങനെ തെരഞ്ഞടക്കുകയാണ്. അവരങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് വരട്ടെ. ഈ തിന്ന സമയത്ത് ഇവർക്കുണ്ടായ ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ നാണമാണ്, ഇല്ല എന്നുള്ള ചിന്ത വന്നു. 3 ദൈവത്തിൽ നിന്ന് അവർ ഓടിച്ചവൻ. ഇനി ഈ വിഷയത്തിൽ ദൈവം വേണ്ട, ഇടപെടേണ്ട. പിന്മാറ്റം, ശരിക്കും ഒരു ബാക്ക് സ്ലൈഡിങ് അവിടെ അങ്ങ് സ്റ്റാർട്ട് ആകുകയാണ്. അടുത്ത 9 പറയുന്ന യഹോവയായ ദൈവം
മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞങ്ങൾ നഗ്നരാകൊണ്ട് ഭയപ്പെട്ടു. ഇന്നലെ വരെ ഒരു പേടിയില്ലായിരുന്നു. ഭയപ്പെട്ടു ഒളിച്ചു എന്ന് അവർ പറഞ്ഞു. നീ നഗ്നരെന്ന് നിന്നോട് ആറ് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചോ? വൃക്ഷഫലം നീ തിന്നുവോ എന്ന് ചോദിച്ചു. കർത്താവ് ചോദിക്കുകയാണ്, ഈ വസ്ത്രമില്ലെന്ന് ആര് പറഞ്ഞേ? ഞാൻ പറഞ്ഞു. നിനക്ക് എങ്ങനെ മനസ്സിലായി? ആരാണ് പറഞ്ഞേ? സിംഹം വന്ന് പറഞ്ഞു, പുലി വന്ന് പറഞ്ഞു. അടുത്ത ദൈവം ചോദിക്കുകയാണ്, നീ അത് കഴിച്ചല്ലേ? തിന്മയെ അറിയാനുള്ള ഹൃദയം നിനക്ക് തുറക്കപ്പെട്ടു അല്ലേ? ആ പഴം നീ കഴിച്ചതിലൂടെ നിനക്ക് ഈ ഒരു മേഖല തുറന്നു കിട്ടി എന്ന് തന്നെയാണ് ദൈവം അവനോട് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സോളിനെയാണ് നമുക്ക് ശുദ്ധീകരിക്കപ്പെടേണ്ടത്, വിടിവിച്ചെടുക്കേണ്ടത്. ഇത് ഡെലിവറൻസ് വരേണ്ട സോൾ റെലത്തിലാണ്. പിശാചിന്റെ യുദ്ധക്കണമായിരിക്കുന്ന ഇന്റർമീഡിയറ്റ് ആയിരിക്കുന്ന ആത്മാവിന്റെയും ശരീരത്തിന്റെയും മധ്യഭാഗത്ത് നിൽക്കുന്ന ഈ ഇന്റർമീഡിയറ്റ് ആയിരിക്കുന്ന സോളിനെ ശുദ്ധീകരിച്ചെടുത്തു കഴിഞ്ഞാൽ അവൻ ആത്മാവിന്റെ കൂടെ നിന്ന് ആത്മീയ ഫലങ്ങൾ ഉണ്ടാകുകയും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉയരാനും ഈ ലോകത്തിന്റെ ടെൻഷനും നിരാശകളും ആങ്സൈറ്റികളും ഭയങ്ങളിൽ നിന്നും പുറത്തു വരാനും പറ്റും. ഇല്ലെങ്കിൽ സംശയങ്ങളുള്ളൊരു ജീവിതമായിട്ടും ഭയമുള്ള ജീവിതമായിട്ടും എനിക്കൊന്നുമില്ല എന്നുള്ള ചിന്താഗതിയിലും പലരും ജീവിക്കേണ്ടി വരും. ഇവിടെയാണ് വിടുതൽ വരേണ്ടത്. ഏതേൻ തോട്ടത്തിൽ നിന്ന് തുടങ്ങപ്പെട്ട ആ തകർച്ചകളെ പരിഹരിക്കപ്പെടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അത് ദൈവം നമ്മുടെ അടുത്ത് വ്യക്തമായി പറയുകയാണ്. അതുകൊണ്ട് സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് വരെ അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതയിലും വിഷണ്ണ മനസ്സിന് വരെ സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ അവനെ അയച്ചിരിക്കുന്നു. ഇത് ക്രിസ്തു യേശുവിലൂടെയാണ് റീസ്റ്റോർ ആകുന്നത്. നമ്മൾ അതിനെ സൗഖ്യമാക്കേണ്ട ആവശ്യമുണ്ട്. സോളിനെ പറഞ്ഞ് മനസ്സിലാക്കാനും പഠിപ്പിക്കാനും ഉള്ളത് ദൈവം നമ്മുടെ കയ്യിലാണ് തന്നിരിക്കുന്നത്. ഇവിടെയാണ് തുടങ്ങേണ്ടത്. നമ്മൾ ഔട്ട്സൈഡിലല്ല, ഇൻസൈഡിലാണ്. ആണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കും, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടത്. നശിക്കപ്പെടാത്ത രണ്ട് കാര്യങ്ങളാണ് ആത്മാവും പ്രാണനാണ് നമ്മുടെ സോൾ, നമ്മുടെ മനസ്സും വികാരവും പേഴ്സണാലിറ്റി, വ്യക്തിത്വം, നമ്മുടെ ഹൃദയം എല്ലാം ഇരിക്കുന്നത് നമ്മുടെ സോളിന്. അവിടെ ശരിയാ.